വെക്കേഷനാണ്, കൂടെ മാമ്പഴക്കാലവും. ഇത് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ദിവസങ്ങളല്ലേ. എന്നാൽ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് ബാർ ആയാലും ഞാൻ മുൻപ് പറഞ്ഞ ആ മാമ്പഴക്കാലത്തെ വെറുതെ വിടണ്ട, അത് ഇതിൻ്റെ അകത്ത് ഫില്ലായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ മാംഗോ ചോക്ലേറ്റ് ബാർ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റും അതിൻ്റെ കൂടെ തന്നെ വൈറ്റ് ചോക്ലേറ്റും നമുക്ക് വേണം. വൈറ്റ് ചോക്ലേറ്റ് ഏകദേശം ഒരു 200 ഗ്രാമെങ്കിലും നമുക്ക് വേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കാം, ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പക്ഷേ ഡാർക്ക് ചോക്ലേറ്റ് വളരെ കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് വെറുതെ ഒരു ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു 20-25 ഗ്രാമോളം മതിയാവും. എന്നിട്ട് അതും ഇതുപോലെ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ചോക്ലേറ്റ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് പലർക്കും സംഭവിക്കുന്ന ഒരു തെറ്റെന്താ അറിയോ, ഈ ചോക്ലേറ്റ് ഇങ്ങനെ കട്ടയായി പോകും. അതിൻ്റെ റീസൺ എന്താ അറിയോ, എടുക്കുന്ന ബൗളിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. മാത്രമല്ല നമ്മൾ ഈ മെൽറ്റ് ചെയ്യുന്നത് ഒരുപാട് നേരം ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെട്ടി തിളപ്പിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ വെള്ളം ഒന്ന് ചെറുതായി ചൂടായി കിട്ടിയാൽ മതി. ആ ഒരു ചെറിയ ചൂടിലാണ് ഇതിങ്ങനെ മെൽറ്റായി വരേണ്ടത് കേട്ടോ. അത് വിചാരിച്ച് തീരെ ചൂടില്ലാനാലും ഇത് മെൽറ്റായി കിട്ടില്ല. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് അതിലൊരു യെല്ലോ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ചോക്ലേറ്റിൻ്റെ മോൾഡിൽ താഴെ ഭാഗത്ത് കുറച്ച് യെല്ലോയും അതുപോലെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതും വെച്ചിട്ടൊന്ന് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സൈഡ് ഭാഗത്തും താഴെ ഭാഗത്തും കുറച്ച് കട്ടിക്കാണ് നമ്മൾ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് കൊടുക്കേണ്ടത് കേട്ടോ. താഴെ ഭാഗത്തെ ഈ ഫില്ലിങ് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് അങ്ങ് മാറ്റുക. പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും കേട്ടോ. ഇതിൽ കാരണം ഫില്ലിംഗ് ഒന്നുമില്ല. ഫില്ലിങ് വന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ സമയമെടുക്കും. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല മാങ്ങകൾ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ഈ ഒരു മാങ്ങ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത മാങ്ങ ഇട്ട് കൊടുക്കാം. വലിയ മാങ്ങയാണെങ്കിൽ ഒന്ന് തന്നെ മതിയാവും കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം വേണ്ടി വരും. ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ ആയതിനു ശേഷം ഒന്ന് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നവർക്ക് അതും ചേർക്കാം കേട്ടോ. കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. നമ്മൾ ഫില്ലിങ് റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു ഫില്ലിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ മെൽറ്റ് ചെയ്തത് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് നല്ല പോലെ കവർ ചെയ്ത് കൊടുക്കുക. എവിടെയും ഇങ്ങനെ ഹോളൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങ് കവർ ചെയ്ത് കൊടുക്കുക. ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിതങ്ങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഫില്ലിങ് വെച്ചാൽ പിന്നെ കുറച്ച് സമയം എടുക്കും ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. ഭയങ്കര ഈസിയാണ്, കാരണം ഇത് സിലിക്കണിൻ്റെ മോൾഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് എടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ബാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ ഫ്രിഡ്ജിൽ വെച്ച ചോക്ലേറ്റ് അതുപോലെ കഴിക്കാൻ അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അതൊന്ന് പുറത്ത് വെച്ചതിന് ശേഷം ഒന്ന് മെൽറ്റായി വരുമല്ലോ, അതായത് ഒന്ന് സോഫ്റ്റായി വരുമല്ലോ, അപ്പം കഴിക്കാനാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം നമ്മുടെ മക്കൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഈ ഒരു വെക്കേഷനിൽ ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. ഇത് ഉണ്ടാക്കി കഴിയുന്നത് വരെ അവർ കൂടെ ഉണ്ടാവും. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.